കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വരുന്ന മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന എക്സാംസിൻ്റെ ഡേറ്റുകളും അതിനോട്ട് ഇനി എത്ര ദിവസങ്ങളുണ്ടെന്ന് പെട്ടെന്ന് നോക്കാവേ. ചെറിയൊരു ഓർമ്മപ്പെടുത്തലായിട്ട് കണ്ടാൽ മതി. നമുക്കാദ്യം SBI ക്ലർക്കിൻ്റെ കാര്യങ്ങൾ നോക്കാം. SBI ക്ലർക്ക് പ്രിലിംസ് വരുന്നത് സെപ്റ്റംബർ 20, അതായത് ഈ മാസം 20. ഇനി 2 ആഴ്ചയും കൂടെ സമയമുള്ളൂ, ഓർത്തുകൊള്ളുക. മെയിൻസിന് 61 ദിവസം കൂടെ ഉള്ളൂ. നവംബറിലാണ് എക്സാം. കറക്റ്റ് ഡേറ്റ് നമുക്കറിയത്തില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ള എക്സാം, അതാണ് യൂഷ്വലി അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ മെയിൻസിന് 61 ദിവസമാണുള്ളത്, ഓർമ്മിച്ചോളുക. അതുപോലെ ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഡേറ്റ് നാളെയാണ്, 7th സെപ്റ്റംബർ. മെയിൻസിൻ്റെ ഡേറ്റ് ഒക്ടോബർ 28 നമുക്കൊരു 24 ദിവസം കൂടെ കിട്ടും. ഓക്കെ, അല്ല ഒക്ടോബർ 28 അപ്പോൾ ഈ മാസം കഴിഞ്ഞ് അപ്പോൾ 24 ഈ മാസം 24 ദിവസം കൂടെ ഉണ്ട്, പ്ലസ് ഒരു 27, അപ്പോൾ മൊത്തം ഒരു 51 ഡേയ്സ് നമുക്ക് കിട്ടും. ഓക്കെ, OICLൻ്റെ മെയിൻസിന് 51 ഡേയ്സ് ഓർത്തുകൊള്ളുക. ഇനി IBPS-POയുടെ പ്രിലിംസ് കഴിഞ്ഞായിരുന്നു, അതിൻ്റെ മെയിൻസ് ഒക്ടോബർ 12 അപ്പോൾ സെപ്റ്റംബറിന് ശേഷം ഒക്ടോബർ 12, അപ്പോൾ സെപ്റ്റംബർ 24, അതിൻ്റെ കൂടെ ഒരു 11 കൂടെ ആഡ് ചെയ്തൊരു 30-35 ദിവസത്തോളം നമുക്ക് കിട്ടും IBPS-POയുടെ മെയിൻസിന്. അത്രയും ദിവസം ഉള്ളൂ. ഓക്കെ, ഏകദേശം ഒരു മാസം കൂടെ സമയമുള്ളൂ, ഓർത്തുകൊള്ളുക. അടുത്ത IBPS ക്ലർക്ക്, അതിൻ്റെ പ്രിലിംസ് ഒക്ടോബർ 4 അപ്പോൾ നമുക്കിനി ഏകദേശം ഒരു 28 ദിവസത്തോളം നമുക്ക് കിട്ടും പ്രിലിംസിന്. മെയിൻസ് വരുന്ന നവംബർ 29 സ്റ്റാർട്ട് തുടങ്ങുന്നത്, അപ്പോൾ ഏകദേശം 83 ദിവസം നമുക്ക് അതിൻ്റെ മെയിൻസിന് കിട്ടും. ഇനി IBSAയുടെ ഡേറ്റ് സെപ്റ്റംബറാണ്, അത് ഈ മാസം ഉണ്ടാവും, കറക്റ്റ് ഡേറ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ IBACIയുടെ ഡേറ്റ് കിടക്കുന്നത് സെപ്റ്റംബർ 16 എല്ലാവർക്കും അതിൻ്റെ ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ടാവും. ഏത് ഡിസ്ട്രിക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് എക്സാം നടക്കുന്നത്, ഇൻറ്റിമേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ OICL അസിസ്റ്റൻറ്റിൻ്റെ ഡേറ്റ് ഓണപ്പരിപാടിയിൽ കിടക്കുന്ന നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, അത് ഓർത്തോണേ. നാളെയാണ് 7th സെപ്റ്റംബറിൽ ഷിഫ്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർത്ത് പൊക്കോട്. ഓക്കെ, പിന്നെ വരുന്ന LIC AA ആപ്ലിക്കേഷൻ 8 തീരുന്നത്. പ്രിലിംസ് ഒക്ടോബർ 3, ഇപ്പോൾ ഏകദേശം ഒരു 27 ദിവസം എക്സാമാണ്, അപ്പോൾ 26 ദിവസം കിട്ടും. അതിൽ LIC AA മെയിൻസിന് നമുക്കൊരു 62 ദിവസത്തോളം ഉണ്ട്. നവംബർ 8 എക്സാം വരുന്നത്. പിന്നെയുള്ള NIACLAO, അതിൻ്റെ NICLAയുടെ പ്രിലിംസ് ഓൾറെഡി കഴിഞ്ഞായിരുന്നു, അതിൻ്റെ മെയിൻസ് നിങ്ങൾ നോക്കിക്കോണം, ഞാനത് എടുത്തിട്ടില്ല. ഇനി NIACLAO അതിൻ്റെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 14 പ്രിലിംസ്. ഇന്നിപ്പോൾ 6 അല്ലേ, ഇനി നമുക്കൊരു 7 ദിവസമുണ്ട്, 8ാമത്തെ ദിവസം എക്സാം. ഓക്കെ, മെയിൻസ് ഒക്ടോബർ 29 നമുക്ക് ഏകദേശം 53 ദിവസം കിട്ടും അതിന്. ഇനി SSC-CGLൻ്റെ ഡേറ്റ് നിങ്ങൾ ഡേറ്റ് കണ്ടിട്ടുണ്ടാവും, 12 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ടയർ 2 വരുന്നത് ഡിസംബറിലാണ്, ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയായിരിക്കാം, എന്നാലും ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. SSC-CHSLൻ്റെ ടയർ 1 ഡേറ്റ് വരുന്നത് ഒക്ടോബറിലാണ്. ടയർ 2ൻ്റെ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി മാർച്ചിലാണ്. ഇനി ഞാൻ എടുക്കാത്ത എക്സാം എന്ന് പറയുന്നത് RRB ക്ലർക്കാണ്. RRB ക്ലർക്കും POയും അതിൻ്റെ എന്താ പറയുക, നോട്ടിഫിക്കേഷൻ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ അത് ഓർമ്മിപ്പിക്കാത്തത്. എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾക്കറിയാലോ, എനിക്ക് തോന്നുന്നത് നവംബറിലാണെന്ന് തോന്നുന്നു. ഒക്ടോബർ-നവംബർ സമയത്താണ് എക്സാം വരുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമായിട്ടാണ് അതിൻ്റെ എക്സാംസൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പണ്ടേ ഇതിൻ്റെ കലണ്ടർ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇത്രയും വർഷം അവസാനമാണ് എക്സാം, പക്ഷേ ടൈം പെട്ടെന്ന് പോകും, നമ്മൾ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകളെല്ലാം ശ്രദ്ധിച്ചോളുക. എല്ലാം നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കാം, നിങ്ങളതൊക്കെ മറന്നു പോകും. എന്നിട്ട് ആ ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. ബാക്കി മറ്റൊരു വീഡിയോ കാണാം.